ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഈ ഒരു ഷാൾ കൊണ്ടാണ് നമ്മൾ ഒരു ഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. ഡ്രസ്സിൻ്റെ പിക്ക് ഞാൻ ഈ സൈഡിൽ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ഫുൾ വീഡിയോ ഉണ്ട്, അപ്പോൾ ലാസ്റ്റ് വരെ കാണുക. ഇത് എൻ്റെ ചാനലിലെ 3ാമത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് ലൈനിങ്ങിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ലൈനിങ്ങിലാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. ലൈനിങ് ഞാനിവിടെ 2 പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിനെ ഇങ്ങനെ 4ആക്കി മടക്കി വെച്ചിട്ടാണ് മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്തുന്നത്. ഷോൾഡർ വന്നിട്ട് 3.5 ഇഞ്ചും കൂടാതെ ഒരു 1/2 ഇഞ്ച് ഞാൻ കൂട്ടി എക്സ്ട്രാ എടുക്കുന്നുണ്ട്. അതെന്തിനാണെന്നുള്ളത് പറയാം. ആം ഹോൾ 8 ഇഞ്ചും ചെസ്റ്റ് അളവ് ഞാനിവിടെ 10 ഇഞ്ചുമാണ് എടുക്കുന്നത്. ഏകദേശം ഒരു ലാർജ് സൈസിൻ്റെ മെഷർമെൻറ്റ്സ് ആണിത്. ഓക്കെ, പിന്നെ ആം ഹോൾ നമ്മൾ 8 ഇഞ്ചാണല്ലോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ പകുതി 4 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. ആ അടയാളപ്പെടുത്തിയവർക്ക് നിന്ന് ഇങ്ങനെ ചെരിച്ചൊന്ന് വരച്ചെടുക്കുക. ഞാൻ പറയുന്നതിനെക്കാട്ടും വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാലും മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 16 ഇഞ്ചാണ്. ആ 16 ഇഞ്ചിൻ്റെ അവിടുന്ന് 9 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എക്സ്ട്രാ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ 4 ഇഞ്ച് അടയാളപ്പെടുത്തിയില്ല, അവിടെ മുതൽ ഇനി നമുക്ക് ഇതിൽ ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് ചെരിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇനി ഈ മെഷർമെന്റ്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ പറയുന്നത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എന്നൊന്നും എനിക്കറിയില്ല. ഇത് ഞാൻ കട്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച ലൈനിങ്ങിന്റെ അതേ അളവിൽ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ലൈനിങ് വെച്ചെടുത്തിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതി. മാക്സിമം ഷാളിന്റെ വിഡ്ത്തിൽ കട്ട് ചെയ്യാൻ. നമ്മൾ ഈ ഷാള് വെച്ചിട്ടാണല്ലോ ഈ ഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ താഴത്തേക്ക് ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ബാക്കി വരുന്ന പീസ് എത്ര ഉണ്ടോ അതിൻ്റെ പകുതി ആക്കി എടുത്തിട്ട് സെൻറ്റർ കട്ട് ചെയ്ത് കൊടുക്കുക. എനിക്ക് ഇവിടെ 34 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ 68 കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ പകുതിയാണ് ഞാൻ പറഞ്ഞത് 34. ഇനി സ്ട്രാപ്പിന് വേണ്ടിയിട്ട് ഇതുപോലെ 2 പീസ് എടുത്തിട്ട് 5 ഇഞ്ചിൽ കട്ട് ചെയ്ത്. അതോടെ കട്ടിങ്ങിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റിച്ചിങ്ങിലോട്ട് കിടക്കാം. ഫസ്റ്റ് നമുക്ക് സ്ട്രാപ്പിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഈ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കിയിട്ടാണ് ഞാൻ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടിച്ചിട്ട് മറിച്ചെടുക്കുന്ന രീതിയിലും ചെയ്യാം. അപ്പോൾ 2 സ്ട്രാപ്പ് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബോഡി പാർട്ടാണ് ചെയ്യുന്നത്. ക്ലോത്തിൻ്റെ നല്ല ഭാഗം ഇങ്ങനെ വെച്ചിട്ട് സ്ട്രാപ്പ് എടുത്തിട്ട് ഈ 2 സൈഡിലും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലൈനിങ് എടുത്തിട്ട് അതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മതി. ഞാൻ പറയുന്നതിനെക്കാട്ടും വീഡിയോ കണ്ടാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. അതുപോലെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കുത്തി വെച്ചിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ ഇങ്ങനെ അടിച്ചെടുക്കുകയാണ് ചെയ്യാറ്. സ്ട്രാപ്പിൻ്റെ അവിടെ ഒന്ന് കെട്ടിട്ട് അടിക്കണേ, അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പോരാൻ ചാൻസ്. അപ്പോൾ നമ്മളിതിവിടെ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചെടുക്കണം. മറിച്ചെടുത്തിട്ട് സ്ട്രാപ്പ് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്തിട്ട് ഇനി ഇത് മൊത്തത്തിലൊന്ന് പതിച്ചടിച്ചു കൊടുക്കണം. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ആം ഹോളും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ, അത് മറന്നു പോകരുത്. കാരണം നമ്മളിത് സ്ലീവ്ലെസ് ആയിട്ട് ആണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ അടിക്കുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് പാർട്ടും ചെയ്തെടുക്കണം. എൻ്റെ അടുത്ത് പറ്റിയ ചെറിയ മിസ്റ്റേക്കാണിത്. ഈ സ്ട്രാപ്പ് അടിക്കുമ്പോൾ വലിച്ചു പിടിച്ച് അടിക്കരുത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ചുരുണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ മിസ്റ്റേക്ക് ഒരിക്കലും പറ്റരുത്. അതിനാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഫ്രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ബാക്ക് പാർട്ടും സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ നല്ല ഭാഗം വിരിച്ചിട്ട് ഈ സ്ട്രാപ്പ് വെച്ചിട്ട് പിന്നെ ലൈനിങ് വെച്ചിട്ടാണ് അടിക്കുന്നത്. വീഡിയോ ശ്രദ്ധിച്ച് കാണാം. നല്ല ഭാഗം കൂടെ വരുന്ന രീതിക്കാണ് വെക്കേണ്ടത് കേട്ടോ. മേ ബി ഈ ഒരു സ്റ്റിച്ചിങ് കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. മുമ്പൊക്കെ എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ തിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ എടുത്ത് പറയാൻ കാരണം. ഓക്കെ, ഇനി നമുക്ക് നിറിട്ട് അടിക്കാനുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്യാം. ഞാൻ ഇതുപോലെ ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ചുരുക്കിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കുക. എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് ഒരു വൃത്തിയുള്ളതായിട്ട് തോന്നിയിട്ടുള്ളത്. ഈ സ്റ്റിച്ചിങ് ഏറെക്കുറെ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇങ്ങനെ ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് അതിൽ ഒരു ത്രെഡ് എടുത്തിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ല നീറ്റായിട്ടുള്ള നിറകൾ കിട്ടും. ഇനി നമുക്ക് ബോഡി പാർട്ടിൻ്റെ നല്ല വശം വെച്ചിട്ട് ഈ ചുരുക്ക് ഇട്ടെടുത്തിട്ടുള്ള മെറ്റീരിയൽ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരുപോലെ നിറവ് വരുന്ന രീതിക്ക് ആക്കി കൊടുക്കാം. നിങ്ങൾക്ക് സാധാ നിറവിട്ട് കൊടുക്കുന്നതാണ് ഈസി എങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കാറ്. എനിക്ക് ഇതാണ് ഒന്നുകൂടെ നീറ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം.
അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് പാർട്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം രണ്ടിൻ്റെയും അടിഭാഗം ഒന്ന് മടക്കി അടിക്കുന്നുണ്ട്. എന്നിട്ട് നോർമലി ചെയ്യുന്ന പോലെ തന്നെ രണ്ട് സൈഡും കൂട്ടി അടിച്ചെടുക്കുന്നുണ്ട്. അതെനിക്ക് വീഡിയോ കിട്ടിയിട്ടില്ല, വീഡിയോ ഓൺ ആക്കാണ്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിന് ഞാൻ സൈഡ് ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതാണ്. മസ്റ്റായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുകയും ചെയ്യണം. ദെൻ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.